ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ മരട് ഫ്ലാറ്റ് പൊളിച്ചു നീക്കിയതിൻ്റെ ന്യൂസാണല്ലോ ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അത് ഏതാണ് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് നമ്മൾ ഈ ഒരു പൊളിക്കലിന് എന്നൊക്കെയാണ്, ആ ഒരു നിയന്ത്രിത സ്ഫോടനം എങ്ങനെയാണ് നടക്കുന്നത് എന്നൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ജനുവരി 11-നാണ് ആൽഫ 2 ടവറുകളും ഹോളി ഫെയ്ത്ത് എന്നിവ പൊളിച്ചത്. അതുപോലെ 12-ന് ഗോൾഡൻ കായലോരം ജെയിൻ ഫ്ലാറ്റുകളാണ് പൊളിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ പേരുകൾ വേണമെങ്കിൽ നോട്ട് ചെയ്യാം. അടുത്ത് ബാക്കി നമുക്ക് ആദ്യം ഒന്ന് അറിയേണ്ടത് എന്താണ് ഈ മരട് ഫ്ലാറ്റ് കേസ് എന്നാണ്. എറണാകുളം ജില്ലയിൽ മരട് നഗരസഭയ്ക്ക് കീഴിൽ വരുന്ന ഈ ഹോളിഡേ ഹെറിറ്റേജ്, ഹോളി ഫെയ്ത്ത്, ജെയിൻ ഹൗസിംഗ്, കായലോരം അപ്പാർട്ട്മെൻറ്റ്, ആൽഫ വെഞ്ചേഴ്സ് എന്നീ 5 ഫ്ലാറ്റ് സമുച്ചയങ്ങൾ തീരദേശ നിയമം ലംഘിച്ച് നിർമ്മാണ പ്രവർത്തനം നടത്തി എന്ന് ആരോപിച്ച് കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് അതോറിറ്റി, അതായത് കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് അതോറിറ്റി CZMA നൽകിയ പരാതിയാണ് ഈ കേസിന് ആസ്പദം. അങ്ങനെ കുറേ നാള് നിയമ പോരാട്ടങ്ങൾക്ക് ശേഷം 5 ഫ്ലാറ്റുകളും പൊളിച്ചു നീക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. ഇനി നമുക്ക് ഓരോ ചോദ്യങ്ങൾ പഠിക്കാം. മരടിലെ ഫ്ലാറ്റുകൾ തകർക്കുന്ന സാങ്കേതിക വിദ്യ, അതിനെന്താണ് പറയുന്നത്? മരടിലെ ഫ്ലാറ്റുകൾ തകർക്കുന്ന സാങ്കേതിക വിദ്യയ്ക്ക് എന്തു പറയുന്നു? ബിൽഡിംഗ് ഇംപ്ലോഷൻ. എന്താണ് ബിൽഡിംഗ് ഇംപ്ലോഷൻ? എന്താണ് ഇംപ്ലോഷൻ എന്ന് വെച്ചാൽ നമ്മൾ സാറിന് എക്സ്പ്ലോഷൻ എന്ന് പറയില്ലേ? അപ്പോൾ എക്സ്പ്ലോഷൻ എന്ന് പുറത്തേക്ക് പൊട്ടിത്തെറിക്കല്ലേ അല്ലേ? അപ്പോൾ ഇംപ്ലോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അകത്തേക്കുള്ള പൊട്ടലാണ് ഇംപ്ലോഷൻ. സമീപ പ്രദേശങ്ങളിൽ മറ്റു കെട്ടിടങ്ങളുള്ള സ്ഥലത്ത് ഒരു കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ആധുനിക പൊളിക്കൽ രീതിയാണ് ഈ ബിൽഡിംഗ് ഇംപ്ലോഷൻ. അപ്പോൾ ഈ മരടിൽ പൊളിക്കലിൻ്റെ ഈ ഒരു ഫ്ലാറ്റുകൾ പൊളിക്കലിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി ഡോക്ടർ ആർ വേണുഗോപാലാണ് സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നേതൃത്വം നൽകിയത്. ഏതൊക്കെ സമുച്ചയങ്ങളാണ് പൊളിക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി നിർദ്ദേശിച്ചത്? S2O, ഹോളി ഫെയ്ത്ത്, ആൽഫ സെറീൻ, നെട്ടൂർ ജെയിൻ, കോറൽ കോവ്, അതുപോലെ കണ്ണാടിക്കാട് ഗോൾഡൻ കായലോരം. മരടിലെ ഫ്ലാറ്റ് പൊളിക്കലിന് പിന്നാലെ സുപ്രീം കോടതി പൊളിക്കാൻ ഉത്തരവിട്ട് കാപ്പിക്കോ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വേമ്പനാട്ട് കായലിലെ നെടിയതുരുത്തു ദ്വീപിലാണ് കാപ്പിക്കോ റിസോർട്ട് ഉള്ളത്. മരട് നഗരസഭ സ്ഥിതി ചെയ്യുന്നത്, അപ്പോൾ ഇവിടെ അതിന് മുമ്പ് പറഞ്ഞത് ഈ മരടിലെ ഫ്ലാറ്റ് കഴിഞ്ഞിട്ട് വേറൊരെണ്ണം കൂടി പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. വേമ്പനാട്ട് കായലിലെ നെടിയതുരുത്തു ദ്വീപ്. മരട് നഗരസഭ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എറണാകുളം കണയന്നൂർ താലൂക്കാണ്. ഓക്കെ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ ഫ്ലാറ്റ് പൊളിക്കുമ്പോൾ ഫ്ലാറ്റ് ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകണമല്ലോ. അപ്പോൾ അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി നിയോഗിച്ച കമ്മിറ്റി ജസ്റ്റിസ് കെ ബാലകൃഷ്ണൻ നായർ കമ്മിറ്റിയാണ്. ജസ്റ്റിസ് കെ ബാലകൃഷ്ണൻ നായർ കമ്മിറ്റി 2019 മെയ്യിലാണ് സുപ്രീം കോടതി ഉത്തരവിട്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൊളിക്കാൻ വേണ്ടി കരാർ ഏറ്റെടുത്ത കമ്പനി ഏതാണ്? മുംബൈയിൽ എഡിഫസ് എഞ്ചിനീയറിംഗ്, അതുപോലെ വിജയ് സ്റ്റീൽസ് എന്നിവയാണ് ഈ കരാർ ഏറ്റെടുത്തത്. പൊളിക്കാൻ കരാർ ഏറ്റെടുത്ത എഡിഫസ് എഞ്ചിനീയറിംഗ്. മരട് ഫ്ലാറ്റിലെ പൊളിക്കലിന് ഉപയോഗിക്കുന്ന എമേർഷ്യൽ സ്ഫോടക വസ്തുവിൻ്റെ മുഖ്യ ഘടകം, ആ സ്ഫോടക വസ്തുവിൻ്റെ മുഖ്യ ഘടകം അമോണിയം നൈട്രേറ്റ് ആണ്. അമോണിയം നൈട്രേറ്റ്. ഇതിൽ നമ്മളിപ്പോൾ പറഞ്ഞ ഹോളി ഫെയ്ത്ത് കെട്ടിടത്തിൻ്റെ ആ ഒരു ലെറ്റർ എന്ന് പറഞ്ഞ V എന്ന അക്ഷരത്തിൻ്റെ മാതൃകയിലായിരുന്നു ഹോളി ഫെയ്ത്ത് കെട്ടിടം. പിന്നെ മരടിലെ ഫ്ലാറ്റുകൾ തകർക്കുമ്പോൾ ഉണ്ടാകുന്ന കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾ വാങ്ങിയ കമ്പനി ഏതാണ്? ആ കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾ വാങ്ങിയ കമ്പനി പ്രേംഡ് എന്റർപ്രൈസസ് ആലുവയാണ്. പ്രേംഡ് എന്റർപ്രൈസസ് ആലുവ. പൊളിച്ചു മാറ്റിയ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം, അതിൻ്റെ ഉയരം 187 മീറ്റർ ആണ്. അത് സിംഗർ ബിൽഡിംഗ് ന്യൂയോർക്കാണ്. സിംഗർ ബിൽഡിംഗ് ന്യൂയോർക്ക്. ഈ മരട് ഫ്ലാറ്റ് സമുച്ചയങ്ങളൊക്കെ പൊളിക്കുന്ന കഥ പറയുന്ന ഒരു സിനിമയുണ്ട്. ഏതാണ് സിനിമ ഇറങ്ങാൻ പോകുന്നത്? മരട് 357 അതിൻ്റെ സംവിധായകൻ കണ്ണൻ താമരക്കുളം. അതുപോലെ മരട് ഫ്ലാറ്റ് പൊളിക്കൽ സ്ഫോടന സമയത്തുള്ള പരമാവധി ശബ്ദം എന്ന് പറയുന്നത് 114 ഡെസിബൽ ആണ്. 114 ഡെസിബൽ ആണ് പരമാവധി ശബ്ദം. അതേ ശബ്ദ മലിനീകരണവും പാടില്ല. ഒരുപാട് ഡെസിബൽ ആയി കഴിഞ്ഞാൽ നമുക്ക് കേൾവിക്കൊക്കെ ഒരുപാട് തകരാറുണ്ടാക്കുന്നതാണ് ഡെസിബൽ കൂടിക്കഴിഞ്ഞാൽ അല്ലേ. അപ്പോൾ അതാണ് മാക്സിമം വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക്